വർക്കലയിൽ മക്കൾ ഉപേക്ഷിച്ച 85 വയസ്സുള്ള വയോധിക രാത്രി തെരുവിൽ. വർക്കല കരുനിലക്കോട് തണലിൽ സുകേശിനിയമ്മയ്ക്കാണ് സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ കഴിയേണ്ട അവസ്ഥയുണ്ടായത്. ഇന്ന് 5 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാനും അമ്മയും ഇവിടുത്തെ വുമൺ ഫെസിലിറ്റേറ്ററും ആയിട്ട് പോയി അവരുടെ 2 മക്കൾ പങ്കെടുത്തിരുന്നു. അവിടെ സിയെ വിളിച്ച് വന്നിരുന്നു. അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ ഈ അമ്മയ്ക്ക് അനാഥാലയത്തിലോ വേറെവിടെയും പോകാൻ താല്പര്യമില്ല. താല്പര്യം പ്രകടിപ്പിച്ചത് ഈ ടെല്ലസ് എന്ന് പറയുന്ന മോൻ്റെ കൂടെ പോകാനായിരുന്നു. അപ്പം പുള്ളിക്ക് കണ്ണോപ്പറേഷനുമായി ബന്ധപ്പെട്ട് തിരുനെൽവേലിയിലേക്ക് പോകുന്നത് കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. 5 ദിവസത്തേക്ക് പിന്നെ മോളെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലും അമ്മിണി എന്ന് പറയുന്ന മോളെ വീട്ടിലും നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വാടകയ്ക്ക് വീട് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വീട്ടിൽ ഇവർ കയറി ഇരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പോലീസ് കേസൊക്കെ ആയത്. അപ്പോൾ അവിടെ നിന്ന് അവർക്കും ആ വീട്ടിലും താമസിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്ന് വാടകക്കാർ പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. അങ്ങനെയാണ് ഇവരെ വിളിച്ചത്. ഞാൻ ഇന്ന് വൈകുന്നേരം ഈ അമ്മയെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും അങ്ങനെ ഈ മോൻ ഒരു കട നടത്തുകയാണ് കരുനിലക്കോട് ജംഗ്ഷനിൽ. മോൻ്റെ ആ കടയുടെ മേല് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ആ വാടകക്കാർ താമസിക്കുന്ന വീട്ടിൻ്റെ താഴെയാണ് കിച്ചൺ. അവിടെ ഒരു റൂമുണ്ട്. ആ റൂം അമ്മയ്ക്ക് കൊടുക്കാമെന്നും മറ്റേ വീട് 1 മാസത്തിനകം വാടകക്കാർ ഒഴിവാക്കിക്കൊണ്ട് ഈ അമ്മയ്ക്ക് താമസം അങ്ങോട്ട് മാറ്റാമെന്നുമാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സിയുടെ മുമ്പിൽ പറഞ്ഞത്. അങ്ങനെ ഈ റൂം അവർക്ക് കൊടുക്കാം, അതിന് കൊച്ചണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഏർപ്പെടുത്തുകയും എഴുതി വെച്ചിട്ട് അദ്ദേഹം ട്രെയിനിൽ പോവുകയാണ് ഉണ്ടായത്. ഞാൻ ഈ അമ്മയും കൊണ്ട് തിരിച്ചിവിടെ എത്തിയപ്പോൾ വാടകക്കാർക്ക് ഞാൻ വാടകയ്ക്കെടുത്തിരുന്ന വീടാണ്, അവിടെ ഇങ്ങനെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ മാറിയതിന് ശേഷം വേണമെങ്കിൽ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ ഈ നട റോഡിൽ ഇവിടെ ഇങ്ങനെ ഒരു 6:30 മണി തൊട്ട് ഈ അമ്മ ഇങ്ങനെ നട റോഡിൽ നിൽക്കുകയായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് ഞാൻ അവരുടെ ഒരു സഹോദരൻ്റെ വീട്ടിൽ അനുവാദം ചോദിച്ച് മേടിച്ചുകൊണ്ട് ഇന്ന് 5 മണി വരെ അവരെ അവിടെ നിർത്താനുള്ള ഒരു സൗകര്യം എൻ്റെ റിസ്കിൽ ചോദിച്ച് മേടിച്ച് അവരവിടെ നിർത്താൻ എനിക്കൊരു സൗകര്യം ഏർപ്പെടുത്തി തന്നു. അതിനുശേഷം ഇപ്പോൾ ഈ അമ്മയെ നിർത്താൻ സ്ഥലമില്ല. അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ പോലീസൊക്കെ വന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മകളുടെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതോടെ വാർഡ് കൗൺസിലർ ഇടപെട്ട് സുകേശിനിയമ്മയെ സഹോദരിയുടെ വീട്ടിൽ 2 ദിവസത്തേക്ക് താമസിപ്പിക്കുകയായിരുന്നു. സഹോദരിയുടെ കുടുംബം അനുവദിച്ച കാലാവധി കഴിഞ്ഞതോടെ ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെ സുകേശിനിയമ്മയ്ക്ക് സ്വന്തം വീടിന് മുന്നിൽ തന്നെ തെരുവിൽ കഴിയേണ്ടി വന്നു. ഇതിനകം വാർഡ് കൗൺസിലറും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മക്കളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇതനുസരിച്ച് ഒരു മകൻ പോലീസ് സ്റ്റേഷനിലെത്തി സുകേശിനിയമ്മയ്ക്ക് താമസ സൗകര്യം ഒരുക്കിയതായി തെറ്റിദ്ധരിപ്പിച്ച ശേഷം സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഞാൻ വർക്കല മുനിസിപ്പാലിറ്റിയിൽ വുമൺ ഫെസിലിറ്റേറ്റർ ആണ്. ഇപ്പോൾ ഈ സുകേശിനിയമ്മയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ നിരന്തരം നമ്മുടെ നഗരസഭയിൽ പല വാർഡുകളിൽ നിന്നായിട്ട് ഇത്തരം കേസുകൾ പതിവാണ്. പല കേസുകളും അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ഈ അമ്മയ്ക്ക് തന്നെ ഒന്ന് കിടന്നോളാൻ വയ്യാതെ അമ്മ ഇരുന്ന് ബുദ്ധിമുട്ടുമായിരുന്നു. കടത്തെണ്ണയിലാണ് അവരെ കൊണ്ടുവന്ന് കിടത്തിയേക്കുന്നത്. 4 മക്കളുണ്ടെന്ന് പറയുന്നത് എനിക്ക് അടുത്തറിയത്തില്ല. പക്ഷേ നമ്മുടെ പരിസരവാസികളും മറ്റും പറഞ്ഞതനുസരിച്ച് 4 പേരും നല്ല സാമ്പത്തിക നിലയുള്ള മക്കളാണ്. പക്ഷെ ആരും തന്നെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ അമ്മയെ ഒന്ന് കയറ്റി കിടത്താനോ തയ്യാറാവുന്നില്ല. അത്തരം വളരെ വിഷമത്തിലാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാമോ? നമ്മുടെ വാർഡ് കൗൺസിലേഴ്സ്, പരിസരവാസികളായ വാർഡ് കൗൺസിലേഴ്സ് മിക്കവരും ഇവിടെ സ്ഥലത്തുണ്ട്. സ്ഥലം പോലീസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് കൂടി നമുക്ക് ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. അമ്മയെ എങ്ങോട്ട് മാറ്റാൻ തന്നെ അമ്മ തയ്യാറാവുന്നില്ല. ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം എന്ന് വിചാരിച്ചിരുന്നാലും അമ്മ കൂടെ വരാൻ തയ്യാറാവുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുവരെയും ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സുകേശിനിയമ്മ തെരുവിൽ ആരോരുമില്ലാതെ ഇരുന്നതോടെ കൗൺസിലറും നാട്ടുകാരും വീണ്ടും പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചു. പോലീസ് എത്തി മക്കളെ ഫോൺ ചെയ്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. തുടർന്ന് അവിടെ കൂടിയ നാട്ടുകാരിൽ ഒരാൾ ഇന്ന് വൈകിട്ട് 5 മണിവരെ സുകേശിനിയമ്മയെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ജീവിക്കുന്ന 4 മക്കൾ ഉള്ളപ്പോഴാണ് ഈ വയോധികയ്ക്ക് ആരോരുമില്ലാത്ത അവസ്ഥയിൽ തെരുവിൽ കഴിയേണ്ടി വന്നത്. ചൊവ്വാഴ്ച രാത്രി ലഭിച്ച താൽക്കാലിക അഭയത്തിന്റെ കാലാവധി ഇന്ന് 5 മണിയോടെ അവസാനിക്കുന്നിടത്താണ് ഈ അമ്മയുടെ ദുരിതത്തിന്റെ ആഴമേറുന്നത്. നാളെയും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് സുകേശിനിയമ്മയും നാട്ടുകാരും. ബീക്കൺ ന്യൂസ്, വർക്കല.